അങ്ങനെ അവൻ ജനലിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് കല്യാണിയമ്മ വന്നത്. കല്യാണിയമ്മ അവനെ കണ്ടപ്പോൾ ഞെട്ടി. കാരണം ഗായത്രിയും കുഞ്ഞിനെയും ഒരുമിച്ച് കണ്ടാൽ, അവരുടെ സ്നേഹപ്രകടനങ്ങളെല്ലാം കണ്ടാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്തിട്ട് അവർക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. മോനെ അത് എന്ന് പറഞ്ഞ് അവർ വെപ്രാളപ്പെട്ട് എന്തോ പറയാൻ വന്നതും അവൻ മിണ്ടരുതെന്ന ആംഗ്യം കാണിച്ചു. എന്നിട്ട് കല്യാണിയമ്മയും കൊണ്ട് പുറത്തേക്ക് പോയി. എന്താ അമ്മ, എന്താ ഇവിടെ നടക്കുന്നേ? കാര്യങ്ങളൊന്ന് തെളിച്ച് പറയാവോ? എന്തിനാ ഗായത്രി മാഡം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇത്ര വെപ്രാളം പിടിക്കുന്നേ? എൻ്റെ മോൾക്ക് മാഡം പാൽ കൊടുക്കാറുണ്ടോ? അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന മാഡം എന്തിനാ എല്ലാവരുടെ മുമ്പിൽ നിന്നും കുഞ്ഞിനെ സ്നേഹിക്കാത്ത പോലെയൊക്കെ പെരുമാറുന്നത്? ഇതുവരെ ഒന്നും എടുത്തിട്ട് പോലും ഇല്ലല്ലോ. എന്തിനാ ഈ ഒളിച്ചുകളിയുടെ ആവശ്യം? രുദ്രൻ കല്യാണി അമ്മയോട് ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അവർക്ക് എന്താ ഉത്തരം കൊടുക്കേണ്ടേ എന്നറിയില്ലായിരുന്നു. ആ മോനെ, അത് ഞാനെല്ലാം പറയാം. രുദ്രമോനെ, ഗായത്രിക്ക് ശിവമോൾ എന്ന് പറഞ്ഞാലേ ജീവനാണ്. വെറുതെ പറയണല്ല, ശരിക്കും മോൾക്ക് വേണ്ടി തന്നെയായിരിക്കും മോനെ ജോലിയിൽ അപ്പോയിൻറ്റ് ചെയ്തതും ഗസ്റ്റ് ഹൗസിൽ കൊണ്ട് താമസിച്ചതുമെല്ലാം. അല്ലാതെ ഒരാളെയും ഗായത്രി മോള് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കില്ല. മോൻ അറിയോ, ഗായത്രി മോളെ സന്തോഷിച്ച് കാണുന്നത് ഞാൻ ഇപ്പോഴാണ്. അവളുടെ മുഖത്തെ ചിരി മാഞ്ഞിട്ട് മാസങ്ങളായി. അവളുടെ അവസ്ഥ കാണുമ്പോൾ എപ്പോഴും എനിക്ക് പേടിയാവാറുണ്ടായിരുന്നു മുമ്പൊക്കെ. എനിക്ക് മാത്രമല്ല, ചന്ദ്രശേഖരൻ സാറിനും. അതിനൊക്കെ ഒരു മാറ്റം വന്നത് ഇപ്പോഴാണ്. ഗായത്രിക്കും അവളുടെ മോളെ നഷ്ടപ്പെട്ട കാര്യം മോൻ അറിയാമല്ലോ അല്ലേ? ആ സ്ഥാനത്ത് ഗായത്രി മോള് ഇപ്പം കാണുന്നത് ശിവക്കുഞ്ഞിനെയാണ്. ശിവമോളുടെ അമ്മയായി തന്നെ മാറിക്കഴിഞ്ഞു ഗായത്രി ഇപ്പോൾ. കുഞ്ഞിനെ സ്വന്തം എന്ന പോലെയാണ് നോക്കുന്നത്. കുഞ്ഞിനെ ഞാൻ എത്രത്തോളം ഗായത്രിയിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചിട്ടും അവരെ തമ്മിൽ അകറ്റാൻ സാധിച്ചില്ല. ശിവമോൾക്കും ഗായത്രി അമ്മ തന്നെയാണ്. അത് കുഞ്ഞിൻ്റെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. കുഞ്ഞിന് രാവിലെ എഴുന്നേറ്റ് മോൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് ഗായത്രിയുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. അവളെ കാണുമ്പോൾ ഗായത്രി മോൾക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കുഞ്ഞിനെ കുളിപ്പിക്കും, താരാട്ടുപാടി ഉറക്കും, അമ്മിഞ്ഞ കൊടുക്കും, അങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കും ഗായത്രി മോള്. കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഗായത്രി എത്ര തിരക്കുണ്ടായാലും നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതും മോനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി നിറയെ വർക്ക്സ് തരുന്നതും എല്ലാം. അല്ലാതെ മറ്റൊരു വിരോധം ഉള്ളത് കൊണ്ടൊന്നും അല്ല. ഗായത്രി മോൾക്ക് ജീവന മോൻ്റെ ശിവമോളെ. മോനറിയോ, ശിവാംഗി എന്നുള്ളത് മോളുടെ പേരാ. അതാ പാറുമോൾ കിട്ടത്. അതും കൂടി ആയപ്പോൾ അവളുടെ മനസ്സിൽ പതിഞ്ഞുപോയി. ഇതൊക്കെ മറ്റുള്ളവർ അറിയരുതെന്ന് ഗായത്രിക്ക് നിർബന്ധമുണ്ട്. ഇതൊക്കെ അറിഞ്ഞാൽ എല്ലാവർക്കും അവളോട് സഹതാപമാവും. അത് അവൾക്ക് ഇഷ്ടമല്ല. പിന്നെ മോൻ ഗായത്രിയിൽ നിന്ന് ശിവമോളെ അകറ്റിയാലോ? അതൊക്കെ ആലോചിച്ചിട്ടാ ഇത് ആരും അറിയരുതെന്ന് ഗായത്രി മോള് പറഞ്ഞേ രുദ്രനോട് കല്യാണിയമ്മ പറഞ്ഞു. ഇതെല്ലാം കേട്ടിരുന്ന രുദ്രന് അതിശയം സന്തോഷം തോന്നി. പക്ഷെ അതവൻ പുറത്ത് കാണിച്ചില്ല. ഈറണിഞ്ഞ മിഴികളോടെ കല്യാണിയമ്മ പറഞ്ഞു, മോനെ, എനിക്ക് നിന്നോട് പറയാനുള്ള അധികാരമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരപേക്ഷയാണെന്ന് കൂട്ടിക്കോ. ഗായത്രി മോളിൽ നിന്ന് കുഞ്ഞിനെ അടർത്തി കളയരുത്. ഇപ്പോൾ അത് അവളെ കൂടുതൽ സങ്കടത്തിലേക്ക് കൊണ്ടുചെല്ലും. അവൾക്ക് താങ്ങാൻ സാധിക്കില്ല. മോളുടെ അമ്മയുടെ സ്ഥാനത്ത് ഗായത്രി വന്നത് തെറ്റാണെന്നറിയാം. പക്ഷേ കല്യാണിയമ്മ കൈകൂപ്പി രുദ്രനോട് പറഞ്ഞ് മുഴുവിപ്പിക്കുമ്പോഴേക്കും രുദ്രൻ കല്യാണിയമ്മയോട് പറഞ്ഞു, ഇല്ലമ്മ, എനിക്കൊരു പ്രശ്നവുമില്ല എൻ്റെ മോളെ മാഡം സ്നേഹിക്കുന്നതിൽ. പിന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞത് ഗായത്രി മാഡം അറിയണ്ട. രുദ്രൻ്റെ വാക്കുകൾ കേട്ട് കല്യാണിയമ്മയ്ക്ക് ആശ്വാസവും സന്തോഷവും ഒക്കെ ആയി. കാരണം രുദ്രന് ഗായത്രി മോളെ സ്നേഹിക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ കുഞ്ഞിനെ ഗായത്രിയിൽ നിന്ന് അകറ്റില്ലല്ലോ എന്ന് ഉറപ്പായല്ലോ. അത് അവർക്ക് ആശ്വാസമേകി.
അപ്പോഴാണ് ഉള്ളിൽ നിന്ന് ഗായത്രി കല്യാണി അമ്മയെ വിളിച്ചത്. കല്യാണിയമ്മ, കല്യാണിയമ്മ, ഇങ്ങോട്ടൊന്ന് വായോ. അവളുടെ ശബ്ദം കേട്ടതും കല്യാണിയമ്മ രുദ്രനെ ഒന്ന് നോക്കി. അവൻ പൊക്കോ എന്ന വണ്ണം തലയാട്ടി. കല്യാണിയമ്മ ഗായത്രിയുടെ അടുത്തേക്ക് ചെന്നു. ജനലിൻ്റെ അവിടെ നിന്ന് അവരെ രണ്ടാളെ നോക്കുന്നുണ്ടായിരുന്നു രുദ്രൻ. കല്യാണിയമ്മ റൂമിലേക്ക് ചെറിയ ടെൻഷനിലായിരുന്നു ചെന്നത്. അവർക്കറിയായിരുന്നു പുറത്തുനിന്ന് രുദ്രൻ അവരെ നോക്കുന്ന കാര്യം. കല്യാണിയമ്മയെ കണ്ടതും ഗായത്രി പറഞ്ഞു, കല്യാണിയമ്മ, എൻ്റെ റൂമിലെ ഷെൽഫിലൊരു കുഞ്ഞുടുപ്പുണ്ട്, അതൊന്ന് എടുത്തിട്ട് വരാമോ? കുഞ്ഞാവ മൂത്രമൊഴിച്ചു, ഡ്രസ്സ് മാറ്റി കൊടുക്കണം. മോളെ, ഉടുപ്പ് ഇവിടെ ഉണ്ടല്ലോ. അത് വേണ്ട, ഞാൻ പുതിയതൊന്ന് വാങ്ങിയിട്ടുണ്ട്. പുതിയ ഡ്രസ്സ് അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് പഴയത് ഇപ്പം ഇടണ്ട, ഗായത്രി പറഞ്ഞു. അവൾ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ രുദ്രൻ്റെ കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണീർ വീണു. ഈ ജീവിതത്തിൽ തൻ്റെ കുഞ്ഞിന് കിട്ടില്ല എന്നവൻ കരുതിയ ഒരമ്മയുടെ വാത്സല്യം ഗായത്രി മോൾക്ക് വാരിക്കോരി കൊടുക്കുന്നത് കണ്ടിട്ടാണ് അവൻ്റെ മിഴികൾ നിറഞ്ഞത്. കല്യാണയമ്മ പുറത്തേക്ക് വന്ന് അവനെ ഒന്ന് നോക്കിയ ശേഷം ഗായത്രിയുടെ റൂമിൽ ചെന്ന് ആ കുഞ്ഞുടുപ്പെടുത്ത് തിരിച്ച് റൂമിലേക്ക് എത്തി. മോളെ, ഇങ്ങോട്ടാ, ഞാൻ കുഞ്ഞിൻ്റെ മൂത്രത്തുണി മാറ്റാം, കല്യാണിയമ്മ ഗായത്രിയോട് പറഞ്ഞു. അയ്യേ, അതെന്താ? ഞാൻ മാറ്റിയ കുഴപ്പം എൻ്റെ മോളുടെ തന്നെയല്ലേ, ഞാൻ മാറ്റിക്കോളാം എന്ന് പറഞ്ഞ് ഗായത്രി തന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അമ്മ പോയി വാവയ്ക്കുള്ള കുറുക്ക് തയ്യാറാക്കിക്കോ, ഞാൻ കൊടുത്തോളാം എൻ്റെ വാവയ്ക്കുന്ന്. എന്തായാലും അതുവരെ എൻ്റെ കുഞ്ഞ് വയറൊഴിഞ്ഞിരിക്കണ്ട, ഞാൻ കുറച്ച് പാല് കൂടി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഗായത്രി കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങി. ഗായത്രിക്ക് കുഞ്ഞിനോടുള്ള സ്നേഹവും കരുതലും കാണുന്ന രുദ്രന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമായി. സന്തോഷം മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കൂടി തൻ്റെ കുഞ്ഞിന് ജനിച്ചിട്ട് ഇന്നേ വരെ ഒന്ന് നോക്കാതെ കുഞ്ഞിനെ പാല് കൊടുക്കാൻ പറഞ്ഞിട്ടും സൗന്ദര്യം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് കൊടുക്കാതിരുന്ന തൻ്റെ ഭാര്യ ഓർത്ത് അവന് പുച്ഛവും തോന്നി. അപ്പോഴാണ് രുദ്രൻ കല്യാണിയമ്മയോട് ഗായത്രി എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ശ്രദ്ധിച്ചത്. അമ്മ, അതില്ലേ. എന്താ മോളെ? അത് അവനില്ലേ. ആര്? ആ മഹേഷ്? അവൻ ജയിൽ ചാടിയത്രേ. അയ്യോ എൻ്റെ കൃഷ്ണ, ആ കാലമാടൻ ജയിൽ ചാടിയോ? കല്യാണിയമ്മ ആദിയോട് ഗായത്രിയോട് ചോദിച്ചു. ചാടിയെന്ന് മാത്രമല്ല, അവൻ ആരോടൊക്കെയോ പറഞ്ഞത്രേ എന്നെ കൊല്ലുമെന്ന്. അതിന് പോലീസ് പ്രൊട്ടക്ഷൻ വേണോ എന്ന് ചോദിച്ച് 2 പോലീസ് ഓഫീസേഴ്സ് ഇന്ന് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? എന്നിട്ട് മോൾ എന്തു പറഞ്ഞു? വേണം പറഞ്ഞില്ലേ? ഞാനെന്തു പറയാൻ, ഞാൻ വേണ്ട പറഞ്ഞു അമ്മ, അവൾ പുച്ഛത്തോടെ കല്യാണി അമ്മയോട് പറഞ്ഞു. അതെന്തിനാ മോളെ വേണ്ട പറഞ്ഞ്? പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളത് നല്ലതല്ലേ? കല്യാണി അമ്മ ചോദിച്ചു. എന്ത് നല്ലതിന്? അന്ന് എല്ലാവരും ചുറ്റും കൂടെ ഉള്ളപ്പോഴായിരുന്നില്ലേ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അവൻ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്? അന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടാതിരുന്നിട്ടാണോ? അന്നും ഉണ്ടായിരുന്നല്ലോ പ്രൊട്ടക്ഷൻ, എന്നിട്ടും എൻ്റെ കുഞ്ഞിന് എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? അന്ന് എൻ്റെ കുഞ്ഞിന് കിട്ടാത്ത എന്ത് പ്രൊട്ടക്ഷനാണ് എനിക്ക് വേണ്ടത് ഇന്ന്? എനിക്കതൊന്നും വേണ്ട. അവളെ കത്തിജ്വലിക്കുന്ന മിഴികളോടെ ഇടറിയ ശബ്ദത്തോടുകൂടി കല്യാണി അമ്മയോട് പറഞ്ഞു. അവളത് പറഞ്ഞതും കല്യാണി അമ്മയ്ക്ക് എന്ത് തിരിച്ചു പറയണം എന്നറിയാതെയായി. അവൾ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് കല്യാണി അമ്മയ്ക്കും അറിയായിരുന്നു. ഞാൻ പോലീസുകാരോട് അങ്ങനെ പറഞ്ഞു. എനിക്ക് ശരിക്കും പ്രൊട്ടക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചിരിയാ വന്നത്. മുൻപാണെങ്കിൽ എനിക്ക് ധൈര്യമായിരുന്നു, ഒരു പേടിയുമില്ലായിരുന്നു അവനെ നേരിടാൻ. ഞാൻ തയ്യാറായിരുന്നു. ഒന്ന് മുൻപിൽ കിട്ടിയെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. കൊല്ലാൻ, ഇഞ്ചിഞ്ചായി കൺമുന്നിലിട്ട് കൊല്ലാൻ, ദേഷ്യത്തോടെ ഗായത്രി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഞാൻ പിന്നോട്ട് വലിക്കുന്ന പോലെ തോന്നുക. എനിക്ക് അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താണെന്നറിയോ? എൻ്റെ മാറിലെ പാല് നുകർന്നുകൊണ്ട്
എന്നെ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഇവളാ കാരണം. ഞാൻ അങ്ങനെ വല്ലതും ചെയ്താ? എൻ്റെ ശിവമോള് മോളെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, കുഞ്ഞിൻ്റെ വളർച്ച കാണാൻ സാധിക്കില്ലല്ലോ. എനിക്കിപ്പോൾ പേടിയാ ഇവളുടെ കാര്യം ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞ് ഗായത്രി തൻ്റെ മാറിൽ നിന്ന് പാൽ നുകർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി. എന്നിട്ട് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന രുദ്രൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അമ്മയ്ക്ക് ഒരു കാര്യം അറിയോ? ഇനി പക്ഷേ അവൻ എന്നെ കൊന്നാൽ, ഞാൻ മരിച്ചാലും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഈ ആത്മാവ് എന്നൊക്കെ പറയുന്നത് സത്യമാണെങ്കിൽ ഒരാത്മാവായി അവളുടെ വളർച്ച കണ്ടുകൊണ്ട് ഇരിക്കും. നിറഞ്ഞ മിഴികളോടുകൂടി ഗായത്രി കല്യാണി അമ്മയോട് പറഞ്ഞു. മോളെ മതി, നിർത്ത്. എങ്ങോട്ടാ പറഞ്ഞു നീ പോകുന്നേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല, ദൈവമുണ്ട്. മോൾക്കൊന്നും സംഭവിക്കില്ല, കല്യാണി അമ്മ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ഗായത്രിയോട് പറഞ്ഞു. അതെ, സംഭവിക്കരുത്. ചിരിയോടെ അവൾ കല്യാണി അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇനി സംഭവിച്ചാലും എൻ്റെ മോളെ ഒരു കുറവുമില്ലാതെ വളർത്തണം. അതുകൊണ്ട് അച്ഛൻ എനിക്ക് എഴുതുന്ന എൻ്റെ മുഴുവൻ സ്വത്തും എല്ലാ അവകാശങ്ങളും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ പോവാം. എനിക്കെന്ത് സംഭവിച്ചാലും പേടിക്കാതെ മരിക്കാലോ. എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെടില്ല ഈ ഭൂമിയിലെന്ന്. അത് പറഞ്ഞ് ഗായത്രിയുടെ മിഴികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇത് കേട്ട രുദ്രൻ്റെ ഉള്ളം പൊള്ളുന്നുണ്ടായിരുന്നു. അവളുടെ ഓരോ വാക്കുകളും അവൻ്റെ നെഞ്ചിലേക്കായിരുന്നു വന്നു വീണിരുന്നത്. മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? മരണമോ? അല്ല, മരണത്തിൽ പോലും നിനക്ക് കുഞ്ഞിൻ്റെ കാര്യമേ ഉള്ളൂ? കല്യാണി അമ്മ ചോദിച്ചു. അതെ അമ്മ, ഇവളെ ഞാൻ പ്രസവിച്ചതല്ല. പക്ഷേ മറ്റു കുഞ്ഞുങ്ങളിൽ എനിക്ക് കാണാൻ കഴിയാത്ത എന്തോ ഒന്ന് ഇവളിൽ കാണുന്നുണ്ട്. ഇവളെൻ്റെ ആണെന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട്. ഇവളെയാ ഞാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഇവളുടെ കളിച്ചിരികളെ കാണുമ്പോൾ എൻ്റെ വേദനകളൊക്കെ കുറഞ്ഞു പോവുമായിരുന്നു. എനിക്ക് പേടിയുണ്ട്, എൻ്റെ കുഞ്ഞിനെ വിട്ട് പോണ്ടി വരുമോ എന്ന് ഓർത്ത്, ഗായത്രി പറഞ്ഞു. ഇത് കേട്ട് രുദ്രൻ അവൻ്റെ മനസ്സിൽ പറഞ്ഞു ഗായത്രിയോട്, ഒരിക്കലുമില്ല, ഒരിക്കലും ഗായത്രി മാഡത്തിനെ അല്ല, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഏതവനും ഒന്ന് തൊട്ടു നോവിക്കാൻ പോലും ഞാൻ അനുവദിക്കില്ല. എന്നും കാവലാളായി ഈ രുദ്രദേവ് ഉണ്ടാവും എന്ന്. ഇനി കാണാൻ പോകുന്നത് മറ്റൊരു രുദ്രനെയാണ്, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അവിടെ മുതൽ ഗായത്രിയോടുള്ള അവൻ്റെ സമീപനത്തിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. ഒരു കുഞ്ഞ് സ്നേഹം എവിടെയൊക്കെയോ മുളപൊട്ടുന്നുണ്ടായിരുന്നു. ഇവരുടെ ഈ സംസാരങ്ങളെല്ലാം രുദ്രൻ കേൾക്കുന്നുണ്ടെന്ന് കല്യാണിയമ്മയ്ക്ക് അറിയായിരുന്നല്ലോ. പുള്ളിക്കാരി ജനലിൻ്റെ സൈഡിലേക്ക് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന രുദ്രനെ കണ്ടു. അവൻ്റെ കണ്ണിൽ ഒരു തിളക്കം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എന്തുകൊണ്ടോ കല്യാണി അമ്മയുടെ ഉള്ളിൽ സങ്കടങ്ങൾക്ക് കുറവ് വരുന്ന പോലെ തോന്നി. അവൻ തലയാട്ടി, പേടിക്കണ്ട എന്നോണം. അതിനവർ തിരിച്ച് ഒരു ചിരി പാസാക്കി. അവൻ ഗായത്രി കാണാതെ തിരിച്ചു പോകാൻ നിന്നു. അപ്പോഴാണ് ചന്ദ്രശേഖരൻ അവനെ കാത്ത് അവിടെ വോക്കിംഗ് സ്റ്റിക്കും പിടിച്ചു നിൽക്കുന്നത് അവൻ കണ്ടത്. അവന് സാറിനെ കണ്ടതും എന്തോ പരിഭ്രമമായിപ്പോയി. സാർ, അവൻ വിളിച്ചു. എന്താടോ പതിവിലും നേരത്തെ വന്നിരിക്കുന്നേ? ഇന്ന് ഗായത്രി ഹെവി വർക്കൊന്നും തന്നില്ലേ? ഒരു ആക്കിയ സ്വരത്തിൽ അയാൾ അവനോട് ചോദിച്ചു. അയാൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. ഇല്ല സാർ, ഞാൻ വെറുതെ വന്നതാ. വാവയൊന്ന് കാണാൻ തോന്നി, അതുകൊണ്ട് ഫ്രീ ടൈം കിട്ടിയപ്പോൾ വന്നതാ, അവൻ പറഞ്ഞൊപ്പിച്ചു. ഹോ, അതാണോ? അല്ലാതെ ഇവരുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ വന്നതല്ലേ? ചിരിയോടെ തന്നെ ചന്ദ്രശേഖരൻ ചോദിച്ചു. അത് കേട്ടതും രുദ്രൻ ഞെട്ടി. അപ്പോൾ സാറിനും എല്ലാം അറിയാമായിരുന്നോ? സാറിന് ഇഷ്ടക്കേടൊന്നുമില്ലേ എൻ്റെ മോളെ മേഡം സ്നേഹിക്കുന്നതിൽ? രുദ്രൻ ചന്ദ്രശേഖരനോട് ചോദിച്ചു. എന്തിനാടോ എനിക്ക് ഇഷ്ടക്കേട്? എനിക്ക് സന്തോഷമേ ഉള്ളൂ. തൻ്റെ കുഞ്ഞിലൂടെയാ
എനിക്ക് എൻ്റെ പഴയ ഗായത്രി മോളെ തിരിച്ചു കിട്ടുന്നത്. തനിക്കറിയോ, മഹേഷ് എന്ന ക്രൂരൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞ് ഞെരിഞ്ഞമരുകയായിരുന്നു ഓരോ ദിവസവും. അവൾക്കാകെ സന്തോഷമായി ഉണ്ടായിരുന്നത് അവളുടെ ഉദരത്തിൽ ജന്മം കൊണ്ട അവളുടെ പൊന്നു മോളായിരുന്നു. ദ്രോഹി ആ കുഞ്ഞിനെ ഇല്ലാതാക്കി. പിന്നീട് അങ്ങോട്ട് എൻ്റെ മോളുടെ ജീവിതം കൂടുതൽ കഠിനമാവുമായിരുന്നു. ഓരോ ദിവസവും നീറിയ എൻ്റെ കുട്ടി തള്ളി നീക്കിയിരുന്നത്. ആലോചിക്കാൻ പോലും എനിക്കിപ്പോൾ ആവുന്നില്ല. അന്നൊക്കെ എനിക്ക് എന്നോട് തന്നെ ദേഷ്യമായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തുലച്ചു കളഞ്ഞത് ഞാനാണെന്നോർത്ത്, പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം വന്നത് തൻ്റെ കുഞ്ഞിപ്പെണ്ണ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതലാണ്. ശിവമോള് അവളുടെ സ്വന്തമാണെന്ന ചിന്ത അവളുടെ ഉള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. അതിന് കുറച്ചൊക്കെ ഞാനും കാരണക്കാരനാ. എൻ്റെ മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാനും പലതും ചെയ്തിട്ടുണ്ട്. സ്വാർത്ഥനായ ഒരു അച്ഛൻ തന്നെയാണ് ഞാൻ. എനിക്ക് തന്നോട് ഒരു അപേക്ഷയേ ഉള്ളൂ. തൽക്കാലം ഇപ്പോഴത്തേക്ക് മാത്രം അവരെ തമ്മിൽ അകറ്റരുത്. തനിക്ക് അതിന് എന്തു വേണമെങ്കിലും ശരി, ഞാൻ തരാം. ചന്ദ്രശേഖരൻ രുദ്രൻ്റെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. അയ്യോ സാർ, എൻ്റെ മുമ്പിൽ കൈകൂപ്പുവാണോ എന്ന് പറഞ്ഞ് കൂപ്പിയ കൈമേൽ അവൻ കൈവച്ചു. കൈകൂപ്പി തൻ്റെ മുമ്പിൽ കണ്ണു നിറച്ചുകൊണ്ട് നിൽക്കുന്ന ബിസിനസ് മാൻ ചന്ദ്രശേഖരൻ ആയിരുന്നില്ല, പകരം ഗായത്രി എന്ന മകളുടെ അച്ഛൻ മാത്രമായിരുന്നു എന്ന് അവന് തോന്നി. സാർ, എനിക്കും ഗായത്രി മേഡം എൻ്റെ കുഞ്ഞിനെ സ്വന്തമായി കരുതുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. മറിച്ച് സന്തോഷമേ ഉള്ളൂ. ഇത്രകാലം എൻ്റെ കുഞ്ഞ് അനുഭവിക്കാൻ കഴിയാത്ത മാതൃവാത്സല്യം ഇപ്പോൾ അവൾക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് പരസ്പരം എത്രത്തോളം ഇഷ്ടമാണെന്ന് ഞാൻ ഇപ്പോൾ കണ്ടറിഞ്ഞു. അവരെ തമ്മിൽ പരസ്പരം അകറ്റിയാൽ ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി മാറും അത്. ഗായത്രി മേഡം തന്നെയാണ് അവളുടെ അമ്മയെന്ന് അവളുടെ കുഞ്ഞു മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആവട്ടെ സർ. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എന്നേക്കാളും ക്വാളിഫിക്കേഷൻ ഉള്ളവർ വന്നിട്ടും എന്തുകൊണ്ട് മാഡം എന്നെ സെലക്ട് ചെയ്തു എന്ന്. പക്ഷെ അതിനുത്തരം എനിക്കിപ്പോഴാണ് കിട്ടിയേ. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാ. അവളോട് മാഡത്തിനുള്ള സ്നേഹം കളങ്കമില്ലാത്തതാണ്. രുദ്രൻ ചിരിച്ചുകൊണ്ട് ചന്ദ്രശേഖരനോട് പറഞ്ഞു. നന്ദിയുണ്ട്, വളരെ നന്ദി അധികം. രുദ്രൻ ചന്ദ്രശേഖരൻ പറഞ്ഞതിന് മറുപടി എന്നോണം ചിരിച്ചിട്ട് തിരിച്ചു പോകാൻ തുടങ്ങി. എടോ, ഒരു നിമിഷം. നടന്നു നീങ്ങിയ രുദ്രനെ ചന്ദ്രശേഖരൻ വിളിച്ചു. എന്താ സർ? ഞാൻ ഒരു കാര്യം കൂടി തന്നോട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അത് ശിവമോളുടെ അമ്മ എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ പറയാൻ വന്നത് നിർത്തി. അവന് അയാൾ ചോദിക്കാൻ വന്ന കാര്യം എന്തെന്ന് മനസ്സിലായി. ശിവമോളുടെ അമ്മ അതല്ലേ സാർ ചോദിക്കാൻ വന്നേ? അവൻ മുഖത്ത് വല്ലാത്തൊരു തരം ചിരി ഫിക്സ് ചെയ്ത ശേഷം പറഞ്ഞു. ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടൊന്നുമില്ല. അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു പുച്ഛമുണ്ടായിരുന്നു. അതെ, വലിയൊരു ട്രാജഡി സ്റ്റോറിയാ സാർ. രുദ്രൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു കഥ. ആരെയും ഒന്നിനെയും കൂടുതൽ വിശ്വസിക്കരുത് എന്ന് പഠിപ്പിച്ച കഥ. ഞാനും അവളും ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. ഒരുമിച്ച് കളിച്ചും ചിരിച്ചും. അന്നൊക്കെ അവൾക്ക് എന്നെ നല്ല ഇഷ്ടമായിരുന്നു. എനിക്ക് അവളെയും. നല്ല സുഹൃത്തുക്കൾ. അവളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ബാല്യകാലത്തിൽ നിന്നും കൗമാരത്തിലേക്ക് എത്തിയപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ തോന്നുന്ന പോലെ ഒരു പ്രണയം ഉടലെടുത്തു അവൾക്ക് എന്നോട്. ആദ്യമൊക്കെ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല. കാരണം സുഹൃത്തായി കണ്ട ആളെ പെട്ടെന്ന് ജീവിതസഖിയാക്കാൻ എനിക്കെന്തോ തോന്നിയില്ല. പക്ഷേ അവളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എപ്പോഴൊക്കെയോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഏറ്റവും വലിയ മണ്ടത്തരം. അവൾക്ക് സ്നേഹം എന്നോടല്ല, എൻ്റെ കഴിവിനോടാണെന്ന് ഞാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. കുഞ്ഞുനാളിൽ എനിക്ക് ചെസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സ്കൂളിലും കോളേജിലും ചാമ്പ്യനായിരുന്നു. അതുകൊണ്ട് വലിയ കമ്പനികൾ എന്നെ സ്പോൺസർ ചെയ്യാനായി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്.
ആ ടൈമിലാണ് ഞങ്ങളുടെ പ്രണയം വിവാഹത്തിലേക്ക് എത്തിയത്. അപ്പോൾ എൻ്റെ ശ്രദ്ധ പഠിത്തത്തിൽ ചെലുത്താൻ എനിക്കായില്ല. മുഴുവൻ ചെസ്സിലേക്കായിരുന്നു. അവൾക്കും അതായിരുന്നു താല്പര്യം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 2 മാസം ആകുമ്പോഴേക്കും അവൾ പ്രഗ്നൻ്റായി. എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അവൾക്കും അപ്പോൾ കുഞ്ഞ് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ CRK കമ്പനി എനിക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു വന്നു. അവിടുത്തെ മാനേജറും ഞാനും നല്ല സുഹൃത്തുക്കളായി. അയാൾ വീട്ടിലേക്കൊക്കെ വരുമായിരുന്നു. അവളുമായും നല്ല കമ്പനിയായി. അവിടെ മുതലാണ് ഞങ്ങളുടെ ജീവിതം മാറി തുടങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവത്തിൽ കാര്യമായ വ്യത്യാസം വന്നു തുടങ്ങി. ആദ്യമൊക്കെ പ്രഗ്നൻസി ടൈമിലെ മാറ്റങ്ങളായിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കഴിവിലും പരമാവധി ഞാൻ അവളെ നോക്കി. അങ്ങനെ 7-ാം മാസം അടുപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ എൻ്റെ മുമ്പിൽ ആ ആവശ്യവുമായി വന്നത്. ഞാൻ തകർന്നുപോയി അത് കേട്ടപ്പോൾ. എൻ്റെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന്. എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞെന്ന്. ഞങ്ങൾ തമ്മിൽ അടിയായി, പ്രശ്നവുമായി. കുറച്ചു ദിവസം പരസ്പരം മിണ്ടിയില്ല. പിന്നെ ഒരിക്കൽ ഞാൻ വീട്ടിലേക്ക് നേരത്തെ പോയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. എൻ്റെ മാനേജറുമായി അവൾക്ക് തെറ്റായ തരത്തിലുള്ള ബന്ധമുണ്ടെന്ന്. എനിക്ക് സമനില തെറ്റിപ്പോയി. ജീവന തുല്യം സ്നേഹിച്ചവൾ എന്നെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ അവരോട് ഒരുപാട് വഴക്കിട്ടു, തല്ലി. എനിക്ക് ദേഷ്യം സഹിക്കാനായില്ല. അവൾ എന്നോടുള്ള വാശിക്ക് എൻ്റെ കുഞ്ഞിനെ അബോർട്ടാക്കാനായി ഡോക്ടറെ സമീപിച്ചു. അബോർട്ടാക്കിയ അവളുടെ ജീവനും കൂടി ആപത്താണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മാത്രമാണ് ആ കണ്ണീർ ചോരയില്ലാത്തവൾ അബോർഷനിൽ നിന്ന് പിന്മാറിയത്. പിന്നെ കുഞ്ഞിനെ പ്രസവിച്ചു തന്നു വെച്ചാൽ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ സൈൻ ചെയ്യാമെന്നും പറഞ്ഞു. അതോടെ അവൾ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ തീരുമാനിച്ചു. കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ ഒന്ന് നോക്കിയ പോലും ഇല്ല. 3-ാം നാൾ അവനുമായി അവൾ സ്ഥലം വിട്ടു. എൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഒരു നേരത്തെ പാല് പോലും അവൾ കൊടുത്തില്ല. വിശന്ന് കരയുന്ന എൻ്റെ കുഞ്ഞിനെ നോക്കി നിസ്സഹായതയോടെ ഞാൻ നിന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്റ്റോറി. ചുവന്ന കണ്ണുകളോടെ രുദ്രൻ അവൻ്റെ ജീവിതകഥ ചന്ദ്രശേഖരനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രശേഖരന്റെ മനസ്സിലും നോവ് പടർന്നു. അവനോട് എന്താ പറയേണ്ടത്, അവനെ എങ്ങനെ സമാധാനിപ്പിക്കേണ്ടത് എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനൊരു അമ്മയിൽ നിന്ന് ജന്മമെടുത്ത് എൻ്റെ കുഞ്ഞിനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരമ്മയെ കിട്ടിയില്ലേ. അതിൽ ഞാൻ സങ്കടപ്പെടുകയാണോ സർ ചെയ്യേണ്ടേ, സന്തോഷിക്കുകയല്ലേ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ കണ്ണുനീർ തുടച്ചിട്ട് മുന്നോട്ട് നീങ്ങി. ഇനി ഇവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുകയെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. ഗായ്സ് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.